അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, സൂറത്തു സബയിലെ 24-ാമത്തെ ആയത്തിലെ ഒരു ഭാഗം, ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലു മാദാ ഖാല റബ്ബുക്കും ഖാലുൽ ഹഖ്ഖ വഹുവൽ അലിയുൽ കബീർ എന്നാണ്. അർത്ഥമാക്കുന്നത്, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഭീതി അകന്നു കഴിഞ്ഞാൽ അവർ പരസ്പരം ചോദിക്കും, എന്താണ് നിങ്ങളുടെ റബ്ബ് പറയുകയുണ്ടായത് എന്ന്. അപ്പോൾ അവർ പറയും, സത്യമായതാണ് അവൻ പറഞ്ഞത്, അവനാണ് അത്യുന്നതനും വലിയവനും. ഇത് മലക്കുകൾ പരസ്പരം പറയുന്ന മലക്കുകളുടെ അനുഭവത്തെ സംബന്ധിച്ചാണ് ഖുർആൻ ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഒരു വഹി ഇറങ്ങുമ്പോഴും പോലും ഭയാനകമായ ഭീതി ഉൾക്കൊള്ളുന്ന സാഹചര്യത്തിലാണ് മലക്കുകൾ പോലും ഉള്ളത്. വിശിഷ്ടരായ ചില വ്യക്തികളെ കഴിച്ചാൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് മലക്കുകൾ. ആ മലക്കുകൾക്ക് പോലും അള്ളാഹുവിനോട് സമാനമാകാനോ അള്ളാഹുവിൻ്റെ വഹീനെ ഉൾക്കൊള്ളുന്നിടത്ത് ഭീതി ഒഴിവാകുന്ന സാഹചര്യമോ ഇല്ല. പക്ഷെ നമ്മൾ മനുഷ്യരിൽ നല്ലൊരു ശതമാനം ആളുകളും ഈ ദുനിയാവിലെയും പ്രപഞ്ചത്തിലെയും ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ സൃഷ്ടികളായ ഒരുപാട് വസ്തുക്കൾ, ദേവന്മാർ, ദേവിമാർ, ഔലിയാക്കന്മാർ, ഉന്നത ശീർഷരായി മരിച്ചുപോയവർ ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കുകയും ചെയ്യുന്നവരാണ്. ഒരു വേള മുദബ്ബിറുൽ ആലം, ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത് ഇന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് എന്ന് പറയും അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം കേരളം ഇന്നുള്ളത് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ അനുഭവം. ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ വിശിഷ്ടരായ മലക്കുകൾക്ക് പോലും ഭീതിയുടെ അവസ്ഥ ഇപ്രകാരമെങ്കിൽ അള്ളാഹുവിനോട് സമാനമാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരിക്കലും അവർ പോലും ഭീതിതരാണ്. അവരോട് ഒരിക്കലും നമുക്ക് ആവശ്യങ്ങൾ ഉന്നയിക്കുവാനോ കാര്യങ്ങൾ സമർപ്പിക്കുവാനോ ആരാധന സമർപ്പിക്കുവാനോ അവകാശമില്ല. ആരാധനക്കർഹൻ പടച്ച തമ്പുരാൻ മാത്രമാണ്. അവൻ്റെ മുമ്പിലല്ലാതെ ഒരു ശക്തിയുടെ മുമ്പിലും പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ പാടുള്ളതല്ല. ഈ ആയത്തുമായി തൗഹീദിനുള്ള ബന്ധം ഇതാണ്. ഈ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സൂക്ഷ്മാലുക്കളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാൻ നാം അവരെയും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.